ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പം നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 5-ാമത്തെ എക്സസൈസാണ്. അപ്പോൾ അടുത്ത എക്സസൈസിൽ കുറേ ഇസ്മുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ദമീർ മുത്തസ്സിലുകൾ ചേർത്തിട്ട് എഴുതണം. ഓക്കെ, ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കലമുൻ, പേന. അപ്പോൾ അതിനെ ഹാദാ കലമി എന്ന് പറഞ്ഞിട്ട് ദമീർ മുത്തസ്സില കലമിൽ ചേർക്കണം. ദമീർ മുത്തസ്സിലാണല്ലോ ചേർത്ത് എഴുതുന്ന ദമീർ. അപ്പോൾ യാ മുത്തക്കല്ലിം ചേർക്കണം. യാ മുത്തക്കല്ലിം ചേർക്കണം. ഓക്കെ, യാ മുത്തക്കല്ലിം ചേർക്കണം. ഹാദാ കലമി, ഇത് എൻ്റെ പേനയാണ്. പിന്നെ ദമീർ മുത്തസ്സിലായ മുഖാത്തബ്, നേരെ മുന്നിലുള്ള ആളോട് സംസാരിക്കുന്ന ക, നിൻ്റെ പേന, നേരെ മുന്നിലുള്ള ആളോട് സംസാരിക്കുന്ന, അതിനാണ് മുഖാത്തബ് എന്ന് പറയാം. ഹാദാ കലമുക്ക, ഇത് നിൻ്റെ പേനയാണ്. പിന്നെ ഗായിബ്, നേരെ മുന്നിലില്ലാത്ത ആളോട് കുറിച്ച് ഉള്ള വർത്താനം. ഹാദാ കലമുഹു, ഇത് അവൻ്റെ പേനയാണ്, പുരുഷൻ. അതിനാണ് ഗായിബ് എന്ന് പറയുക. നേരെ മുന്നിലില്ല, ഗായിബ്, അതാണ് അവൻ, അവൾ, അവർ. അപ്പോൾ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ അവനും പിന്നെ അവളും. ഹാദാ കലമുഹ, ഇത് അവളുടെ പേനയാണ്. അപ്പോൾ ഈ രീതിയിൽ കുറേ ഉദാഹരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്, ഇസ്മുകൾ. അതൊക്കെ ഈ രീതിയിൽ എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഹാദാ കലമി എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ പേന, ഇതെൻ്റെ പേനയാണ്. അപ്പോൾ ഹാദാ മുബത്തദഉൻ മർഫൂൻ, കലമുൻ ഖബറുൻ മർഫൂൻ വഹുവ മുനാഫ്, യാ മുത്തക്കല്ലിം മുനാഫിലെ മജ്റൂർ. കാരണം നമുക്കറിയാം, ഏത് ദമീർ മുത്തസ്സിലും ഒരു ഇസ്മിനോട് ചേർന്നാൽ അത് മുനാഫ്, മുനാഫിലെയാണ്. അതിൻ്റെ അർത്ഥം ഇൻ്റെ അല്ലെങ്കിൽ യുടെ എന്നുള്ള അർത്ഥമാണ് വരാം. അപ്പോൾ ഇവിടെ ഇൻ്റെ എന്നുള്ള അർത്ഥമാണ്. കലമി എന്ന് പറയുമ്പോൾ ഇൻ്റെ എന്നാണ് വരാം, എൻ്റെ പേന. അപ്പോൾ ഹാദാ കലമി, ഇത് എൻ്റെ പേനയാകുന്നു. ഹാദാ കലമുക്ക, ഇത് നിൻ്റെ പേനയാകുന്നു. അപ്പോൾ ഹാദാ മുബ്തദഉൻ മർഫൂൻ, കലമുൻ ഖബറുൻ മർഫൂൻ, വഹുവ മുനാഫ്, ക മുനാഫിലെ മജ്റൂർ. ദമീർ മുത്തസ്സിൽ ഇസ്മിനോട് ചേർന്നാൽ മുനാഫിലെ മജ്റൂർ. അപ്പം നിൻ്റെ പേന. അടുത്തത് ഹാദാ കലമുഹു, ഇത് അവൻ്റെ പേനയാകുന്നു. ഹാദാ മുബ്തദഉൻ മർഫൂൻ, കലമുൻ ഖബറുൻ മർഫൂൻ, വഹുവ മുനാഫ്, ഹു മുനാഫിലെ മജ്റൂർ. അപ്പോൾ കലമുൻ എന്നുള്ളത് കലമൂന്നായത് എന്തുകൊണ്ടാണ്? തൻവീൻ എന്തുകൊണ്ട് പോയി? മുനാഫ് ആയതുകൊണ്ട്. പിന്നെ അലിഫ്ലാം കലമിലിടൂല, മുനാഫിന് അലിഫ്ലാമില്ല, തൻവീനില്ല. പിന്നെ ദമീർ മുത്തസ്സിലായ യാ മുത്തക്കല്ലിം, കാ, ഹു, ഹ, ഇതൊക്കെ മബിനിയാണ്, മാറൂല. ഓക്കെ, പക്ഷേ ഇവിടെ ഇസ്മിൻ്റെ കൂടെ ചേർന്ന ദമീർ മുത്തസ്സിലുകളായതുകൊണ്ട് അത് അതിൻ്റെ അടയാളം എന്തായിരിക്കണം? കസറായിരിക്കണം. കാരണം അത് മുനാഫിലെയാണ്. മുനാഫിലെ എപ്പോഴും മജ്റൂറാണ്. ഹാദാ കലമുഹ, ഇത് അവളുടെ പേനയാണ്. അപ്പോൾ ഇവിടെ എന്നുള്ള അർത്ഥം വന്നു. ഹാദാ കലമുഹ. ഹാദാ മുബ്തദഉൻ മർഫൂൻ, കലമുൻ ഖബറുൻ മർഫൂൻ, വഹുവ മുനാഫ്, ഹ മുനാഫിലെ മജ്റൂർ. ഹ മബനിയാണ്, പക്ഷെ ഇവിടെ മുനാഫിലെയാണ്. അതുകൊണ്ട് അതിൻ്റെ അടയാളം മജ്റൂറാണ്. അപ്പോൾ എല്ലാ ഉദാഹരണങ്ങളും അങ്ങനെ ചെയ്യണം. കിതാബുൻ, ഹാദാ കിതാബി, ഇതെൻ്റെ പുസ്തകമാകുന്നു. ഹാദാ കിതാബുക, ഇത് നിൻ്റെ പുസ്തകമാകുന്നു. ഹാദാ കലമുഹു, ഇത് അവൻ്റെ പുസ്തകമാകുന്നു. ഹാദാ കലമുഹ, ഇത് അവളുടെ പുസ്തകമാകുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാനും സംസാരിക്കാനും ഒക്കെ ഇൻഷാ അല്ലാഹ് എളുപ്പമാവും. ഖുർആനിലൊക്കെ വന്നതാണ് ഈ രീതിയിലുള്ള ഈ ഘടനയിലുള്ള വാക്കുകൾ. അപ്പോൾ സരീറുൻ, ഹാദാ സരീറി, ഇതെൻ്റെ കട്ടിലാകുന്നു. ഹാദാ സരീറുക, ഇത് നിൻ്റെ കട്ടിലാകുന്നു.
ഹാദ സരീറുഹു, ഇത് അവൻ്റെ കട്ടിലാകുന്നു. ഹാദ കലമുഹ, ഇത് അവളുടെ കട്ടിലാകുന്നു. ഇസ്മുൻ, പേര്. ഹാദ ഇസ്മി, ഇതെൻ്റെ പേരാകുന്നു. ഹാദ ഇസ്മു ക, ഇത് നിൻ്റെ പേരാകുന്നു. ഹാദ ഇസ്മുഹു, ഇത് അവൻ്റെ പേരാകുന്നു. ഹാദ ഇസ്മുഹ, ഇത് അവളുടെ പേരാകുന്നു. മിന്ദീലുൻ, തുവാല. ഹാദ മിന്ദീലി, ഇതെൻ്റെ തുവാലയാകുന്നു. ഹാദ മിന്ദീലുക, ഇത് നിൻ്റെ തുവാലയാകുന്നു. ഹാദ മിന്ദീലുഹു, ഇത് അവൻ്റെ തുവാലയാകുന്നു. ഹാദ മിന്ദീലുഹ, ഇത് അവളുടെ തുവാലയാകുന്നു. ഇബ്നുൻ, ഹാദിബിനി, ഹാദിബിനി, കാരണം ഇബ്ന് ഹംസത്തുൽ വസ്ലാണ്, അതിൻ്റെ അലിഫ്. അപ്പോൾ ഹംസത്തുൽ വസ്ൽ തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കും ഇബ്നുൻ, നടുക്ക് വരുമ്പോഴോ വേറൊരു കലിമയ്ക്ക് ശേഷം വരുമ്പോഴോ ആ ഹംസത്തുൽ വസ്ൽ അലിഫ് ഉച്ചരിക്കൂല. അപ്പോൾ ഹാദിബിനി, ഇതെൻ്റെ മകനാകുന്നു. ഹാദിബിനുക, ഇത് നിൻ്റെ മകനാകുന്നു. ഹാദിബിനുഹു, ഇത് അവൻ്റെ മകനാകുന്നു. ഹാദിബിനുഹ, ഇത് അവളുടെ മകനാകുന്നു. സയ്യാറത്തുൻ, ഹാദ സയ്യാറത്തി, ഇത് എൻ്റെ കാറാകുന്നു. ഹാദ സയ്യാറത്തുക, ഇത് നിൻ്റെ കാറാകുന്നു. ഹാദ സയ്യാറത്തുഹു, ഇത് അവൻ്റെ കാറാകുന്നു. ഹാദ സയ്യാറത്തുഹ, ഇത് അവളുടെ കാറാകുന്നു. ഈ സയ്യാറത്തിൻ്റെ പ്രത്യേകത എന്താ? സയ്യാറത്തിൻ്റെ പ്രത്യേകത, സയ്യാറത്തുൻ മുഅന്നസാണ് അല്ലേ, മുഅന്നസാണ്. അപ്പോൾ അതിൻ്റെ താ മർബൂത്ത്, അവസാനത്തെ അടയാളം പെണ്ണിൻ്റെ അടയാളം, മുഅന്നസ്, സയ്യാറത്തുൻ. അപ്പോൾ ഇങ്ങനെ പെണ്ണിൻ്റെ അടയാളമുള്ള സയ്യാറത്തുൻ പോലത്തത് ഈ ദമീർ മുത്തസിൽ ചേർക്കുമ്പം ആ താ തുറക്കുന്ന താ ആയിട്ടാണ് എഴുതേണ്ടത്. താ എന്തെഴുതണം? തുറക്കുന്ന താ ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഹാദ സയ്യാറത്തി എന്ന് പറയുമ്പം ഈ കെട്ടുള്ള തായിൽ എഴുതാം, തുറന്ന താ, ഹാദ സയ്യാറത്തി. ഓക്കെ, ഞാൻ അവിടെ എഴുതാൻ പറ്റുമെന്ന് നോക്കട്ടെ. സയ്യാറത്തുക എന്നിങ്ങനെ എഴുതാം. താ തുറക്കും, സയ്യാറത്തുക ഉണ്ടോ, ഇങ്ങനെ തുറക്കും. അപ്പോൾ സയ്യാറത്തുക, അപ്പോൾ ഹാദ സയ്യാറത്തുക. ഹാദ സയ്യാറത്തുഹു, തുറന്നിട്ടാ താ എഴുതണ്ടേ, സയ്യാറത്തുഹു. ഹാദ സയ്യാറത്തുഹ, അവളുടെ, ഇത് അവളുടെ കാറാണ്. താ എന്താക്കണം? ഇങ്ങനെ താ തുറന്നിട്ടാണ് എഴുതേണ്ടത്, ഇങ്ങനെ പൂട്ടിയിട്ടല്ല എഴുതേണ്ടത്. സയ്യാറത്തുക, ഇങ്ങനെ പൂട്ടിയിട്ടല്ല എഴുതേണ്ടത്, ഇത് തെറ്റാണ്. ഓക്കെ, ഇതാണ് ശരി, സയ്യാറത്തുക. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പം അത് ശ്രദ്ധിക്കാം. അടുത്തത് മിഫ്താഹുൻ, ഹാദ മിഫ്താഹി, ഇതെൻ്റെ പേനയാകുന്നു. ഹാദ മിഫ്താഹ്, അല്ല മിഫ്താഹ് എന്ന് പറഞ്ഞാൽ താക്കോൽ, മിഫ്താഹ് എന്ന് പറഞ്ഞാൽ താക്കോൽ. അപ്പോൾ ഹാദ മിഫ്താഹി, ഇതെൻ്റെ താക്കോലാകുന്നു. ഹാദ മിഫ്താഹുക, ഇത് നിൻ്റെ താക്കോലാകുന്നു. ഹാദ മിഫ്താഹു ഹുഹു, ഇത് അവൻ്റെ താക്കോലാകുന്നു. ഹാദ മിഫ്താഹുഹ, ഇത് അവളുടെ താക്കോലാകുന്നു. ഓക്കെ, അപ്പോൾ മിഫ്താഹുൻ. ഓക്കെ, യദുൻ, ഹാദ യദി, ഇത് എൻ്റെ കൈയാകുന്നു. ഹാദ യദുക, ഇത് നിൻ്റെ കൈയാകുന്നു. ഹാദ യദുഹു, ഇത് അവൻ്റെ കൈയാകുന്നു. ഹാദ യദുഹ, ഇത് അവളുടെ കൈയാകുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അടുത്തത് നോക്കാം. വായിക്കാനാ പറയുന്നത് നമുക്ക്, പക്ഷേ ഹല്ലും ചെയ്യാം. മുബ്തദ ഖബറൊക്കെ നോക്കാം. അപ്പോൾ ലീ എന്ന് പറഞ്ഞാൽ എൻ്റെ, ലീ എന്ന് പറഞ്ഞാൽ എൻ്റെ, കാരണം ലാമിൻ്റെ കൂടെ യാ മുത്തക്കല്ലിമും ഉണ്ട് അല്ലേ, ശ്രദ്ധിച്ചോ? വെറും ലീ എന്നല്ല എഴുതിയ, വെറും ഹർഫിജർ ലീ എല്ലാം ഉള്ള. പിന്നെയോ അതിൻ്റെ കൂടെ ദമീർ മുത്തസിൽ യാവും ഉണ്ട്. അപ്പോൾ എൻ്റെ, ലക്ക നിൻ്റെ, ലഹു, ലക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ അല്ലെങ്കിൽ നിനക്ക്, ലീ എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ എന്നെ ഒക്കെ ലീ എന്നാണ് പറയാം. ലക്ക നിൻ്റെ, നിനക്ക്, ലഹു അവന്, ലഹ അവൾക്കുണ്ട്, അവൾക്കുണ്ട്, അവനുണ്ട്. ഈ അർത്ഥത്തിലൊക്കെയാണ് ഈ ഹർഫുജർ ലീയും ദമീർ മുത്തസിലും കൂടി ചേർന്നാൽ വരാം. അപ്പോൾ ഇവിടെ ഹർഫുജർ ലീ ല ആയതെന്തുകൊണ്ടാണ്? ഉച്ചാരണം എളുപ്പമാക്കാൻ. ശരിക്ക് ലീ ആണ്,
ശരിക്ക് ലി ക, ലി ഹു, ലി ഹ എന്നാണ് വേണ്ടത്. കാരണം ഇത് ഹർഫുജർ ലി ആണ്, ലാമ്. പക്ഷെ ഉച്ചാരണത്തിനാണ് ലാം നാക്കിയത്, ഫത്തഹ് കൊടുത്തത്. അപ്പോൾ ലക, ലഹു, ലഹ. പക്ഷെ ലി യാ മുത്തക്കല്ലിമിൻ്റെ കൂടെ ലാമ് വന്നപ്പോൾ ലീ തന്നെ വന്നതുകൊണ്ടാണ് അതാണ് ഉച്ചാരണത്തിന് എളുപ്പം. പാടാതിൻ്റെ ഒറിജിനൽ ഇതന്നെ വന്നു, യാഥാർത്ഥ അവസ്ഥ തന്നെ വന്നു. ലി എന്ന് എഴുതി, എന്നിട്ട് യാ മുത്തക്കല്ലിം എഴുതി. പക്ഷെ ലക, ലഹു, ലഹ അത് ഫത്തഹാക്കിയത്, ലാമ ഫത്തഹാക്കിയത് ഉച്ചാരണത്തിന് വേണ്ടിയാണ്. ശരിക്കും അത് ഹർഫുജർ ലി ആണ്. അപ്പോൾ ഇതൊക്കെ എന്താ? ഹർഫുജർ ഇസ്മു മജ്റൂർ. കാരണം ദമീറുകൾ ഇസ്മാണ്. അപ്പോൾ ദമീർ മുത്തസ്സിൽ ഹർഫുജറിൻ്റെ കൂടെ കൂടിയാൽ എന്താ? ഹർഫുജർ ഇസ്മു മജ്റൂർ. ദമീർ മുത്തസ്സിൽ ഇസ്മിൻ്റെ കൂടെ കൂടിയാൽ എന്താ? മുലാഫിലെ. ഇവിടെ ദമീർ മുത്തസ്സിൽ ഹർഫുജറിൻ്റെ കൂടെ ലാമിൻ്റെ കൂടെ കൂടിയാൽ എന്താ? ഹർഫുജർ ഇസ്മു മജ്റൂർ. ജാറും മജ്റൂർ ഷിബു ജുംല. ഇവിടെ ഖബർ എന്ന് പറയോ? ഇല്ല, കാരണം മുബത്തദ ഇല്ല. മുബത്തദ ഉണ്ടെങ്കിലേ ഇത് ആ മുബത്തദിൻ്റെ ഖബർ ആവുകയുള്ളൂ. അതാണ് താഴെ കൊടുക്കുന്ന ഉദാഹരണങ്ങൾ. ഒന്നാമത്തെ നോക്ക്, ലി ഉഖ്തുൻ വാഹിദത്തുൻ, എനിക്കൊരു സഹോദരിയുണ്ട്. അപ്പോൾ ഹർഫുജർ ലി കൊണ്ട് എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഉടമസ്ഥതയാണ്, അതെൻ്റെ സ്വന്തമാണ്. അപ്പം അത് സിസ്റ്ററാകുമ്പോൾ, സഹോദരിയാകുമ്പോൾ അത് രക്തബന്ധമുള്ളവളാണ്. ഓക്കെ. അപ്പോൾ ലി ഉഖ്തുൻ വാഹിദത്തുൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സഹോദരിയുണ്ട്. അപ്പോൾ ലാം ലി ഹർഫുജർ, യാ മുത്തക്കല്ലിം ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ശിബു ജുംല ഖബർ. ഓക്കെ, ശിബു ജുംല ഖബർ. കാരണം ഇതിന് മുബത്തദ ഉണ്ട്. മുബത്തദ എന്ത് സംഭവിച്ചു? പിന്തിച്ചു. അപ്പോൾ മുബത്തദഉൻ മുതഅഖറുൻ, ഉഖ്തുനാണ് മുബത്തദഉൻ. അപ്പോൾ ലി എന്താ? ഹർഫുജർ, യാ മുത്തക്കല്ലിം ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ശിബു ജുംല ഖബർ. ഖബറിനെ മുന്തിച്ചു. അപ്പോൾ ഖബർ മുഖദ്ദിമ, ഖബർ ആദ്യം വന്നു. ഹർഫുജർ ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ശിബു ജുംല അല്ലെങ്കിൽ ലർഫ് ഖബറായിട്ട് വരുമ്പോൾ, അത് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരുമ്പം അതൊരിക്കലും മുബത്തദയാവില്ല. നമുക്കറിയാം അതൊക്കെ ഖബറിൻ്റെ ഇനങ്ങളാണ്. ഹർഫുജർ ഇസ്മു മജ്റൂർ രണ്ടാം ഇനം ഖബറാണ്. ലർഫ് എന്താണ്? മൂന്നാം ഇനം ഖബറാണ്. അത് തുടക്കത്തിൽ വന്നാൽ അതെന്താണ്? മുബത്തദ അല്ല, അത് ഖബറിനെ മുന്തിച്ചു എന്ന് പറയും. ഖബർ ആദ്യം വന്നു, ഖബർ മുഖദ്ദിമ. അപ്പോൾ മുബത്തദ എന്തായി? പിന്തിക്കും. ഉഖ്തുൻ, മുബത്തദ പിന്തിച്ചു. മുബത്തദഉൻ മുതഅഖറുൻ. അപ്പോൾ ഉഖ്തുൻ മുബത്തദഉൻ മർഫൂൻ. വാഹിദത്തുൻ എന്താ? നഅത്ത്, അതിനെ വിശേഷിപ്പിക്കുക, ഒരു സഹോദരി. അപ്പോൾ ഉഖ്തുൻ പെണ്ണായതുകൊണ്ട് വാഹിദത്തുനും എന്തായി? പെണ്ണായി. ഓക്കെ. പിന്നെ ഉഖ്തുൻ ഏകവചനായതുകൊണ്ട് വാഹിദത്തുനും എന്തായി? ഏകവചനായി. പിന്നെ ഉഖ്തുൻ മുബത്തദഉൻ മർഫൂനാണ്. അപ്പം വാഹിദത്തുനും എന്തായി? ലമ്മത്ത് മർഫൂആയി. പിന്നെ ഉഖ്തുൻ അലിഫ്ലാമില്ല, അപ്പം വാഹിദത്തിനും എന്തായി? അലിഫ്ലാമില്ല. അപ്പോൾ ഇത് നാത്ത് മന്നൂത്തിൻ്റെ പ്രത്യേകതയാണ്. 4 കാര്യങ്ങളും നാത്ത് മന്നൂത്തിനെ പിൻപറ്റും. ഇവിടെ വേറൊന്ന് ശ്രദ്ധിക്കുക, ഇത് മുമ്പ് പറഞ്ഞതുമാണ്. ഉഖ്തുൻ മുഅന്നസാണ് അല്ലേ? ഉഖ്തുൻ മുഅന്നസാണ്, സ്ത്രീലിംഗം. ഷാ ഉഖ്തുന് താ മർബൂത്ത ഇല്ലാതെ എഴുതാം, കെട്ടുള്ള താ അല്ല. ശ്രദ്ധിച്ചോ? അത് അതിൻ്റെ യാഥാർത്ഥ അവസ്ഥയിൽ കെട്ടില്ല, മറ്റു മുഅന്നസുകളെ പോലെ. ആ വ്യത്യാസമുണ്ട്. കാരണം മറ്റു മുഅന്നസുകളുണ്ടോ? വാഹിദത്തുൻ കെട്ടുള്ള താണ്, സയ്യാറത്തുൻ കെട്ടുള്ള താണ്, സയ്യാറത്തുൻ. ഓക്കെ, സയ്യാറത്തുൻ എന്താ? കെട്ടുള്ള താണ്. പക്ഷെ ഉഖ്തുൻ നോക്ക്, അത് കെട്ടില്ലാത്ത താണ്, അത് മുഅന്നസാണ്. അപ്പം അങ്ങനെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. സ്ത്രീക്ക് താ മർബൂത്ത വേണമെന്നുണ്ടെങ്കിലും, കെട്ടുള്ള താണ് സ്ത്രീയുടെ അടയാളം ഉണ്ടെങ്കിലും ചില പദങ്ങൾ സ്ത്രീകൾക്ക് കെട്ടുള്ള താ ഉണ്ടാവില്ല. ഒരു ഉദാഹരണമാണ് ഉഖ്തുൻ, സഹോദരി എന്ന് പറയുന്ന ആ താ കെട്ടുള്ള താ അല്ല, തുറന്ന താ തന്നെയാണ്, തുടക്കത്തിൽ തന്നെ എഴുതാം. ബാറക്കല്ലാഹു ഫീക്കും. അടുത്ത നോക്കൂ, അലഖ അഖുൻ, നിനക്ക് സഹോദരനുണ്ടോ? അപ്പോൾ ഹർഫുജർ ലാം വെച്ചിട്ട് ചോദിക്കുമ്പോൾ അതിനർത്ഥം നിനക്ക് രക്തബന്ധത്തിൽ സഹോദരനുണ്ടോ എന്നർത്ഥം. അപ്പോൾ അലഖ അഖുൻ, നിനക്ക് സഹോദരനുണ്ടോ? ലാ മാലി അഖുൻ, ലാ ഇല്ല, മാലി എനിക്കില്ല സഹോദരൻ.
എനിക്ക് സഹോദരനില്ല. അപ്പോൾ ലി എന്താ? ഹർഫു ജർ, യാ മുത്തക്കല്ലിം ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ ശിബു ജുംല, ഖബർ മുഖദ്ദിമ, ഖബറിനെ മുന്തിച്ചു, ഖബർ തുടക്കത്തിൽ വന്നു. അഹുൻ മുബ്തദഉൻ മർഫൂൻ മുതഅഖിർ, മുബ്തദയെ പിന്തിച്ചു. അടുത്ത നോക്കൂ. ഉഖ്തി ലഹ തിഫ്ലുൻ സഗീറുൻ, എൻ്റെ സഹോദരി അവൾക്കുണ്ട് തിഫ്ലുൻ കുട്ടി, സഗീറുൻ ചെറിയ. എൻ്റെ സഹോദരി അവൾക്കുണ്ട് ഒരു ചെറിയ കുട്ടി. അപ്പോൾ ഇത് ഏത് ഇനം ഖബറാണ്? നാലാമത്തെ ഇനം ജുംല ഇസ്മിയ ഖബറായിട്ട് വരുന്നതാണ്. ശ്രദ്ധിച്ചോ, ഇതിലൊരു ജുംല ഇസ്മിയ ഉണ്ട്. ലഹ തിഫ്ലുൻ, ലഹ തിഫ്ലുൻ എന്താണ്? ജുംല ഇസ്മിയാണ്. അവൾക്കുണ്ടൊരു കുട്ടി, സെൻറ്റൻസ് പൂർത്തിയായി, ജുംല മുഫീദ, അവൾക്കുണ്ടൊരു കുട്ടി. അപ്പോൾ ഉഖ്തി എന്താ? ഉഖ്തി എന്താ? മുബ്തദഉൻ മർഫൂൻ അല്ലേ? ആണ് സെൻറ്റൻസ് തുടങ്ങുന്ന ഇസ്മ ഉഖ്തു കൊണ്ടാണ്. ഉഖ്തി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരി. അപ്പോൾ ഉഖ്തുൻ എന്താ? മുബ്തദഉൻ മർഫൂൻ, വഹുവ മുലാഫ്, അതിൻ്റെ കൂടെ ദമീർ മുത്തസിൽ യാ ചേർത്തി. അപ്പോൾ യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. അപ്പോൾ ഉഖ്തുൻ എന്താണ്? മുബ്തദഉൻ മർഫൂൻ, സെൻറ്റൻസ് തുടങ്ങുന്ന ഇസ്മ. പിന്നെ വഹുവ മുലാഫും കൂടിയാണ്, കാരണം യാ മുത്തക്കല്ലിമുണ്ട്, അത് മുലാഫിലെ മജ്റൂർ. ലഹ തിഫ്ലുൻ എന്താ? ജുംല ഇസ്മിയ ഖബറായിട്ട് വരുന്നു. അവൾ കൊണ്ടൊരു കുട്ടി, ജുംല ഇസ്മിയ ഖബറായിട്ട് വരുന്നു. അപ്പോൾ ജുംല ഇസ്മിയ ഖബറായിട്ട് വരുമ്പോൾ ജുംല ഇസ്മിയക്കൊരു മുബ്തദയും ഖബറും വേണം. അപ്പോൾ ലഹയാണ് ഖബർ. എങ്ങനെ? ല ഹർഫു ജർ, ഹ ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ, ഖബറിനെ മുന്തിച്ചു, ഖബർ മുഖദ്ദിമ. തിഫ്ലുൻ എന്താ? മുബ്തദഉൻ മർഫൂൻ, മുബ്തദയെ ബന്ധിച്ചു, മുബ്തദഉൻ മുതഅഖിർ. അപ്പോൾ ഈ ലഹ ഖബറും തിഫ്ലുൻ മുബ്തദയും ആ ജുംല ഇസ്മിയ ഉഖ്തി, ഉഖ്തുൻ എന്താണ്? മുബ്തദ. ആ മുബ്തദയായ ഉഖ്തിനാണ് ഇത് ഖബറായിട്ട് വരുന്നത്. അപ്പോൾ ഉഖ്തുനാണ് മുബ്തദ, ലഹ തിഫ്ലുനാണ് ജുംല ഇസ്മിയ ഖബർ. ഓക്കെ. പിന്നെ സഗീറുൻ എന്താ? സഗീറുൻ അതാണ് നാത്ത്. സഗീറുൻ എന്താണ്? അത് നാത്ത്, ആ കുട്ടീനെ വിശേഷിപ്പിക്കുക, ചെറിയ കുട്ടി, ചെറിയ കുട്ടി. അപ്പോൾ തിഫ്ലിന് മുസക്കർ ആയതുകൊണ്ട് ആ കുട്ടി ആയിട്ട് സഗീറുൻ എന്തായി? മുസക്കറായി. സഗീറത്തുന്ന് എഴുതാൻ പാടില്ല. ഓക്കെ. പിന്നെ തിഫ്ലിന് ഏകവചനമായതുകൊണ്ട് സഗീറുൻ എന്തായി? ഏകവചനായി. തിഫ്ലുന് അലിഫ്ലാമില്ല, അപ്പോൾ സഗീറുൻ എന്തായി? അലിഫ്ലാമില്ല. തിഫ്ലുൻ മർഫൂ ആണ്, കാരണം മുബ്തദയാണ്, അതുകൊണ്ട് മർഫൂ ആണ്. അപ്പോൾ സഗീറുൻ എന്താണ്? മർഫൂ ആണ്. അപ്പോൾ ഇതൊക്കെ എഴുതി പഠിച്ച്, ഓരോന്ന് എഴുതി പഠിച്ച്. ഉഖ്തുൻ മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ, ലഹാ തിഫ്ലുൻ ജുംല ഇസ്മിയ, ഉഖ്തുന് ഖബർ. അപ്പോൾ ജുംല ഇസ്മിയാണ് ഇവിടെ ഖബറായിട്ട് വരുന്നത്. അപ്പോൾ ആ ജുംല ഇസ്മിയൊക്കെ ഒരു മുബ്തദയും ഖബറും വേണം. ലഹ ആണ് ഖബർ, തിഫ്ലുനാണ് മുബ്തദഉൻ. പിന്നെ സഗീറുൻ എന്താണ്? നാഅത്താണ്. സഗീറുൻ എന്താണ്? നാഅത്താണ്. അടുത്ത് നോക്കൂ. ജമീലി ലഹു അഖുൻ വ ഉഖ്തുൻ, ലഹു അഖുൻ വ ഉഖ്തുൻ. അപ്പോൾ ഇവിടെ എന്താ അർത്ഥം? എൻ്റെ സഹപാഠി. ജമീലി എന്ന് പറയുമ്പോൾ യാ മുത്തക്കല്ലിം വന്ന എൻ്റെ സഹപാഠി. ജമീൽ എന്ന് പറഞ്ഞാൽ സഹപാഠി, ജമീലി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹപാഠി. ലഹു അവനുണ്ട്, അഹുൻ സഹോദരൻ, വ ഉഖ്തുൻ സഹോദരിയും. അപ്പോൾ ജമീലുൻ എന്താ? മുബ്തദഉൻ മർഫൂൻ. പക്ഷേ ഇവിടെ യാ മുത്തക്കല്ലിം ചേർത്തുകൊണ്ട് ജമീലുൻ എന്തും കൂടിയാവും? വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. കാരണം ഏതൊരു ദമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ അതെന്താണ്? മുലാഫിലെ, ഇൻ്റെ അല്ലെങ്കിൽ യുടെ എന്നുള്ള അർത്ഥം വരും. അപ്പോൾ ജമീലി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹപാഠി. അപ്പോൾ മുലാഫിലെ. അപ്പോൾ ഇത് മുലാഫിലിയാണ്. പിന്നെ എന്തും കൂടിയാണ്? സെൻറ്റൻസ് തുടങ്ങാണ്, വാക്യം തുടങ്ങാണ്. അതുകൊണ്ട് ജമീലിന് എന്താണ്? മുബ്തദഉൻ മർഫൂൻ. പിന്നെ ലഹു അഖുൻ എന്താണ്? അതൊരു ജുംല ഇസ്മിയാണ്. അപ്പോൾ ഈ ജുംല ഇസ്മിയാണ് ജമീലിന് ഖബറായിട്ട് വരുന്നത്. അപ്പോൾ ജുംല ഇസ്മിയ ലഹു അഖുൻ ആയതുകൊണ്ട് അതിനെന്ത് വേണം? ഒരു മുബ്തദയും ഖബറും വേണം. അപ്പോൾ ഖബറാണ് ഇവിടെ മുന്തിച്ചിരിക്കുകയാണ്, കാരണം ഹർഫ് ജർ കൊണ്ടാണ് തുടങ്ങുന്നത് ആ ജുംല ഇസ്മിയ.
അപ്പോൾ ലാ ഹർഫു ജർ, ഹു ഇസ്മു മജ്റൂർ. കാരണം ലമീർ മുസ്തസിൽ ഹർഫു ജറിനോട് ചേർന്നാൽ അതെന്താണ്? ഹർഫു ജർ ഇസ്മു മജ്റൂർ. ജാറുമ്പ മജ്റൂർ, ശിബു ജുംല, ഖബർ മുഖദ്ദിമ, ഖബറിനെ മുന്തിച്ചു. അപ്പോൾ മുബത്തദ എന്തായി? പിന്തിച്ചു. അഹുൻ മുബത്തദവൻ മർഫൂൻ മുതഅഖറുൻ. വാ എന്താ? ഹർഫു അത്തഫ്. നമ്മൾ പഠിച്ചതാണ്. ഹർഫു അത്തഫിന് ശേഷം വരുന്നത് എന്താണ്? മൗത്തൂഫ്. നമ്മൾ ബുക്ക് കുറേ മുന്നേ പഠിച്ചതാണ്. ഹർഫു അത്തഫിന് ശേഷം ഇസ്മു വന്നാൽ എന്താണ്? മൗത്തൂഫ്. മൗത്തൂഫുനല അഹുൻ. ഓക്കെ, അത് അഹുനോട് മൗത്തൂഫ് ചെയ്തപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അഹുൻ എന്താണോ അടയാളം അതുതന്നെയാണ് ഹർഫു അത്തഫിന് ശേഷം വരുന്ന ഇസ്മിൻ്റെ അടയാളവും വരാം. അപ്പോൾ അഹുൻ മുബത്തദയായതുകൊണ്ട് മർഫു ആണ്. അപ്പോൾ അതിന് ശേഷം വാ വന്നിട്ട് ഉഖ്തുൻ വന്നാൽ ആ ഉഖ്തുനും എന്തായിരിക്കും? മർഫു ആയിരിക്കും അടയാളം. നമ്മൾ തന്നെ അടയാളം കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഹർഫു അത്തഫ് വന്നിട്ട് അതിന് ശേഷം ഇസ്മു വന്നാൽ അതിനെന്ത് അടയാളം കൊടുക്കണം? അതിന് ആ അഹുൻ്റെ അടയാളം തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അഹുനിവിടെ മർഫു ആണ്, കാരണം മുബത്തദയാണ്. അപ്പോൾ ഉഖ്തുൻ തന്നെ എഴുതണം, മർഫു. അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ശരിയാവും. അപ്പോൾ ജമീലും മുബത്തദവൻ മർഫൂൻ വഹുവ മുദാഫ്, യാ മുതകല്ലിം മുദാഫ് ഇലൈഹി മജ്റൂർ. ലഹു അഹുൻ എന്ന ജുംല ഇസ്മിയാണ് ആ ജമീലിൻ്റെ ഖബർ. അപ്പോൾ ജുംല ഇസ്മി കൊണ്ട് അതിനൊരു മുബ്തദയും ഖബറും വേണം. ലഹു ആണ് ഖബർ, അഹുനാണ് മുബ്തദവും. പിന്നെ വാ വന്നു, അപ്പോൾ ഹർഫു അത്തഫ്. പിന്നെ ഉഖ്തുൻ മഅ്തൂഫുൻ അല അഹുൻ, അഹുൻ്റെ അതേ അടയാളമായിരിക്കണം. ഉഖ്തുനും മർഫൂവൻ. ബാറകല്ലാഹു ഫീക്കും.